ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ഗുരുവായൂരപ്പൻ കീർത്തനം. കല്യാണകാന്തി വിളങ്ങും ഗുരുവായൂരുല്ലാസമേറും മുകുന്ദൻ തൻ്റെ ലീലാവിലാസവും ലീലാനുഭാവവും കാലാനുരൂപവും കാരുണ്യവും പാലും പഴം നല്ല പഞ്ചസാരത്തേനും പാരാതെ വന്നു ഭുജിച്ചിരുന്നു എന്നതു കേട്ടൊരു നേരം കിളിപ്പെണ്ണ് നന്ദി കലർന്നു പറഞ്ഞാളേവം. എങ്കിലോ കേട്ടാലും അംഗമാരെല്ലാരും പങ്കജ നേത്രന്റെ സേവനേരം ആദിത്യദേവനുദിച്ചു വരും മുമ്പ് മോദേന ചെന്നു കുളിച്ചു പോരിൻ. നല്ല പുടവയുടുത്തു വഴി പോലെ നല്ലൊരു ശുദ്ധി വരുത്തിക്കൊണ്ട് ചുറ്റും വലം വച്ചു കുറ്റങ്ങൾ കൂടാതെ ചുറ്റിനകത്തു കടന്നു മെല്ലെ തെറ്റെന്നഭിഷേകമേറ്റു ശിരസിങ്കൽ ചുറ്റും നിറഞ്ഞു നരേന്ദ്രന്മാരും. മണ്ഡപം തന്നിൽ വസിക്കുന്ന വിപ്രരെ വന്ദിച്ചു വന്ദനം ചെയ്തു കൊള്ളുവിൻ. പിന്നെ പ്രസാദവും മേടിച്ചു ചൂടുവിൻ. നിൽക്കാതെ നിങ്ങൾ പുറത്തു പോവിൻ. ശീവേലി കൊട്ടിപ്പുറത്തു വരുന്നേരം ശീവേലി സേവിച്ചു കൊള്ളുവിൻ നിങ്ങൾ. കൊട്ടും കുഴൽവിളി കോലാഹലങ്ങളും ഒട്ടും കുറയാതെ കേൾക്കാമല്ലോ. മുത്തുകുട തഴ ആലവട്ടങ്ങളും എല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് 3 പ്രദക്ഷിണമെത്ര മനോഹരം 3 പുരുഷാർത്ഥം സാധിച്ചിടും. 2 ദിവസം പ്രദക്ഷിണം വയ്ക്കുമ്പോൾ 2 പാദങ്ങൾക്കും ശക്തിയുണ്ടാം. ശക്തി ചേരും വഴിപാടു നൽകിയിട്ട് മുക്തി വരുത്തി വസിച്ചു കൊള്ളുവിൻ. ഉച്ച കഴിഞ്ഞുള്ള പൂജ കഴിയുമ്പോൾ മെച്ചത്തിൽ നിന്നു തൊഴുതുകൊള്ളുവിൻ. സന്ധ്യാസമയമടുക്കുന്ന നേരത്തു സന്തോഷമെന്തു പറഞ്ഞിടാവൂ. തൃച്ചന്ദനം ചാർത്തി കാണുമതു നേരം തൃക്കാൽ വണങ്ങുവാൻ അത്ര സൗഖ്യം. പൊന്നിൻ കിരീടവും പൊന്മണിമാലയും പൊന്നരഞ്ഞാണവും കിങ്ങിണിയും പൊന്നും വളകളും പൊന്നുടയാടയും മിന്നുന്ന കുണ്ടലം കാൽച്ചിലമ്പും തെച്ചി പൂമാല തുളസിദളങ്ങളും എല്ലാം അണിഞ്ഞു വിളങ്ങുന്നേരം സാക്ഷാൽ പരബ്രഹ്മമെന്നേ പറയാവൂ. സർവജനങ്ങൾക്കുമെത്ര സൗഖ്യം. വാദം പിടിച്ചു മുടങ്ങിക്കിടക്കുന്നൊരമ്പോടെഴുന്നേറ്റു മണ്ടിപ്പോകും. നാരായണ എന്നും നാമം ജപിക്കണം നേരായ വണ്ണം ഭവിക്കുമെന്നാൽ. എൻ്റെ ഗുരുവായൂരപ്പ കടൽ വർണ്ണ എൻ്റെ ദുരിതമകറ്റിടേണം. ശ്രീകൃഷ്ണ ഗോവിന്ദ നാരായണാനന്ദ ശ്രീവാസുദേവ മുകുന്ദ ഹരേ. നാരായണ കൃഷ്ണ നാരായണ കൃഷ്ണ നാരായണ കൃഷ്ണ നാരായണ.